ഹലോ നമസ്കാരം, ശ്രീജയാണ് പീരുമേട്ടിൽ നിന്ന്. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മുമ്പും ഇത്തരത്തിലുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ മുമ്പ് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളിലെ മായം കലരുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏലക്കയിലെ വിഷാംശത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കറുവപ്പട്ടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തേനിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പാറ്റേണിലുള്ള വീഡിയോസ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയും അത് ഓൺലൈൻ വഴി സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം മായം കലർന്ന ഒരു ഉൽപ്പന്നങ്ങളും ആർക്കും കൊടുക്കരുത്, അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് നമുക്ക് വേണ്ട എന്നുള്ള ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുന്നതുകൊണ്ടാവാം ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ കൺമുന്നിലേക്ക് വന്ന് പെടുന്നത്. അപ്പോൾ ഇന്നും നമ്മളൊരു വാർത്ത കേൾക്കുകയുണ്ടായി. റിപ്പോർട്ടർ ടിവിയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തേയിലയിൽ മായം കലരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അപ്പോൾ ശരിക്കും വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. മലപ്പുറം ജില്ലയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി നടത്തിയ ഒരു പരിശോധനയിൽ തേയിലയിൽ ക്യാൻസറിന് കാരണമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ കണ്ടെത്തുകയും അതിന് കാരണക്കാരായവർക്ക് വേണ്ട അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും മായമുണ്ട്. നമ്മൾ അത് എന്താ പറയുക, അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കുമ്പോഴത്തേക്കും, ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പം അതിലൊക്കെ മായം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് വാങ്ങിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് അത് നന്നായിട്ട് കഴുകും, കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിക്കും. പല സാധനങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഈ മുളക് പൊടി പോലെയുള്ള സാധനങ്ങളും തേയില അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കഴുകി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കി അതിൽ മായം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള മായം കലരുന്ന സാധനങ്ങൾ നമ്മൾ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ട് നമുക്കിതൊക്കെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഓർത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും നമ്മുടെ അടുക്കളയിൽ പരമാവധി മായം ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സും അതിൽ വരും. അത് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മുളക് പൊടിയുടെ വീഡിയോ ചെയ്തപ്പോഴും നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ബിസിനസ് പ്രൊമോഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഭക്ഷ്യ സാധനങ്ങളുടെ കാര്യം നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ചിലപ്പോൾ ആ വാർത്ത കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പം നമ്മുടെ അറിവിലേക്ക് വന്ന ഒരു കാര്യം നമുക്ക് അത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം ക്യാൻസർ ഇപ്പം എല്ലായിടത്തും സ്ഥിരമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും RCC പോലൊരു സ്ഥാപനം സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഇല്ലാത്തവരാണ് ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നത്. ഈ തേയില എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി, തേയില, ആ ഒരൊറ്റ ഒരു ഇതേ വരുള്ളൂ. പക്ഷേ ഈ തേയില എന്ന് പറയുന്നതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പൊടിത്തേയില, നല്ല പൊടിയായിട്ടുള്ള ഡസ്റ്റ് ടീ എന്ന് പറയും, അല്ലെങ്കിൽ തരിത്തേയില, ടീ ഗ്രന്യൂൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ലീഫ് ടീ, പിന്നെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് സാധാരണ വരിക. പക്ഷേ ഈ പൊടിത്തേയിലയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, തരിത്തേയിലയിൽ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്ന് സത്യം പറഞ്ഞാൽ ഇടുക്കിയിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും മുമ്പ് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തേയിലയുടെ പല വിഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കും അറിയില്ലായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇടുക്കിയിലല്ലാത്ത തേയിലയൊന്നും ഇല്ലാത്ത നാട്ടിലുള്ളവർക്കൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന ക്വാളിറ്റിയിലാണ് അത് വരുന്നതെന്ന്. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഈ തേയിലയുടെ ക്വാളിറ്റിയിൽ വരുമ്പോഴത്തേക്കും കിലോയ്ക്ക് 2000 രൂപ വിലയുള്ള തേയിലയുണ്ട്. ഓക്കെ, അതേപോലെ അതിൻ്റെ നേരെ വിപരീതം ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ 100 രൂപയിൽ താഴെയുള്ള തേയിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. അതായത് ഫാക്ടറിയിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി എല്ലാം പോയതിന് ശേഷം നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് ചണ്ടി എന്നാണ് നമ്മൾ പറയുക, തേയില ചണ്ടി. എല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന സാധനം. ഈ ചണ്ടി പോലും ബൾക്കായിട്ട് ലോറി കണക്കിന് എടുത്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അതെന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും, ഇത് കൂടുതലായിട്ടും പോകുന്നത് തമിഴ്നാട് ഏരിയയിലോട്ടാണ്. ഇത് തിരിച്ച് തേയിലയായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുമുണ്ട്.
ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഏലക്കയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയാത്തൊരു കാര്യമാണ് ഈ ഏലക്കയുടെ ഹസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏലക്ക പല ക്വാളിറ്റി ആയിട്ട് വേർതിരിക്കുമല്ലോ. അതായത് ഏറ്റവും വലിയ ഏലക്ക 8mm 7mm അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ് കേട്ടോ. അതൊക്കെ കുറേ രീതിയിൽ പല തരത്തിൽ ഏലക്ക നമ്മൾ തിരിക്കും. അതിനുശേഷം ഇതിൻ്റെ സീഡ് വരുന്നതെല്ലാം വേറെ മാറ്റും. അവസാനം വേസ്റ്റ് വരുന്ന സാധനമാണ് ഹസ്ക്. ഹസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി മാത്രം, ഏലക്കയുടെ തൊലി മാത്രം നമ്മളിതെല്ലാം ഗ്രേഡിങ്ങിനൊക്കെ ശേഷം വേസ്റ്റ് വരുന്നതാണ്. ഒരു 2000 രൂപ 3000 രൂപയൊക്കെ ഏലക്കയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഹസ്കിന് വെറും 300 രൂപ അല്ലെങ്കിൽ 500 രൂപ താഴെ എന്തായാലും ഹസ്കിന് വില കാണത്തുള്ളൂ. ഇത് വിലയിട്ട് എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ആവശ്യക്കാരുണ്ടെന്നുള്ളതാണ്. ലോറി കണക്കിന് ടൺ കണക്കിന് ഹസ്കി ഇവിടുന്ന് കയറി പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കും. എന്തിനായിരിക്കും ഈ ഹസ്കി യൂസ് ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഈ തൊലിക്ക് ആ ഒരു ഏലക്കയുടെ സ്മെല്ലുണ്ട്, വേറെ യാതൊരു ഗുണങ്ങളും ഇല്ല. ഈ സ്മെല്ല് എന്തിനു വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും മസാലപ്പൊടിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹസ്ക് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹസ്ക് എന്ന് പറയുന്നത് വേസ്റ്റ് വരുന്ന ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പുറത്തേക്ക് തട്ടുന്ന സാധനമാണ്. ഇതിനകത്ത് ചിലപ്പോൾ എലി ചത്തത് കാണും, പല ചത്തത് കാണും, പല്ലി കാണും, പലതരത്തിലുള്ള കോഴിത്തീറ്റം വരെയുള്ള വേസ്റ്റുകളെല്ലാം ഇതിനകത്ത് കാണും. ഇതാണ് നമ്മൾ ഈ പുറത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമുക്കും എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഹസ്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ ഏലക്കയുടെയൊക്കെ പോസ്റ്റുകളൊക്കെ മുമ്പ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ പലരും ഒരുപാട് അടുത്തുനിന്ന് ഇങ്ങനെ എൻക്വയറി വന്നെങ്കിൽ ഹസ്ക് കിട്ടുമോ, ഹസ്ക് കൂടുതലായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻക്വയറി വന്നപ്പോഴാണ് ഇത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോൾ ഏലക്ക ഹോൾസെയിലായിട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത്. അങ്ങനെയാണ് ഈ ഹസ്ക് എന്താണ് നമുക്ക് പിടികിട്ടിയത്. ഈ സെയിം കാര്യമാണ് തേയിലയുടെ കാര്യത്തിൽ നടക്കുന്നത്. തേയിലയുടെ ചണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഹസ്കിനോട് റിലേറ്റ് ചെയ്യാം. ഏറ്റവും വേസ്റ്റ് വരുന്ന സാധനം ഇത് നേരെ തമിഴ്നാട്ടിൽ പോകുന്നു. അവിടുന്ന് പല കെമിക്കൽസും കളറും ചേർത്ത് തിരിച്ചു വരുന്നു. അപ്പം പല സുഹൃത്തുക്കളും നമ്മളോട് വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് നല്ല കടുപ്പത്തിലുള്ള തേയില വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കടുപ്പത്തിലുള്ള തേയില വേണമെന്ന് പറയുന്നവരോട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പെട്ടെന്ന് ഇട്ട ഉടനെ കളർ വരത്തില്ല, അങ്ങനെയുള്ളതിനകത്ത് കെമിക്കൽസ് കാണും. അതുകൊണ്ട് നമ്മുടെ തേയില എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമിച്ചാൽ ഏറ്റവും രുചികരമായ ചായ നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു കടുപ്പം ഇറങ്ങാനുള്ള ഒരു ടൈം കൊടുക്കണം, എന്നാലേ നല്ല കടുപ്പം കിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ തേയില കൊടുക്കുന്നത്. 100% ഓർഗാനിക് ആയിട്ടുള്ള തേയില കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല കേട്ടോ. കാരണം എന്തായാലും സാധാരണ ചെടികളിലൊക്കെ കീടങ്ങൾ വരുന്നത് പോലെ തന്നെ തേയിലയിലും കീടങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ കീടങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് കീടനാശിനിയൊക്കെ തളിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ ഇവിടുത്തെ ഫാക്ടറികളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേയില ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പം ഇവർ തേയില നുള്ളിക്കൊണ്ട് പോയിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പല പ്രോസസ്സിംഗ് ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള തേയിലയിലേക്ക് വരുന്നത്. അപ്പം ആ വാഷിങ്ങിൽ തന്നെ അതിനകത്തുള്ള കീടനാശിനികളെല്ലാം പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ. പക്ഷേ ഈ ഫാക്ടറികളുടെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ, അവിടെ വീഡിയോ അലൗഡ് അല്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തു തരാം കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇത് അറിയാൻ പറ്റുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന തേയില നല്ലതാണോ, അതിനകത്ത് കെമിക്കൽസ് ചേർന്നിട്ടുണ്ടോ എന്നെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഇതേപോലെ ഒരു വെളുത്ത പേപ്പർ, നല്ല വൈറ്റ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് നനച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് തേയില ഒന്ന് വിതറി കൊടുക്കുക. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ അത് നമ്മൾ വിതറി ആ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കളർ ഇളകുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതൊരു റെഡ്, പിങ്ക് അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള സംഭവങ്ങൾ ആ പേപ്പറിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്. കളർ കൂടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കടുപ്പം കൂടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെയുള്ള കെമിക്കൽസ് തീർച്ചയായിട്ടും ക്യാൻസറസ് ആണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ വേറൊരു ടെസ്റ്റാണ്, നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ തണുത്ത വെള്ളം, ചൂടുവെള്ളം ഒന്നും വേണ്ട, തണുത്ത വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തേയില ഇട്ട് കൊടുക്കുക. അപ്പോൾ തേയില ഇതിൻ്റെ അടിയിലേക്ക് വന്ന് അടിയും. പെട്ടെന്ന് അതിൻ്റെ കളർ ഇളകുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറി ഒരു റെഡിഷ് കളറിലേക്ക് വരികയും ഇതിൻ്റെ കളറ് വെള്ളത്തിന് മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് അടിഞ്ഞ് പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തേയിലയിലും കെമിക്കൽ ഉണ്ട്. ഇതൊന്നുമല്ല, നമ്മൾ കുറേ നേരം ഇട്ട് കഴിഞ്ഞിട്ട് പതുക്കെയാണ് അതിൻ്റെ കളർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നോർമലി നല്ല തേയിലയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഈ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അനുസരിച്ച് തേയിലയുടെ വെയിറ്റ്. അതായത് നല്ല ക്വാളിറ്റിയുള്ള തേയിലയ്ക്കാണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും, ക്വാളിറ്റി കുറയും തോറും ഇതിന്റെ വെയിറ്റ് കുറയും. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ടൈം തേയില വാങ്ങിക്കുന്ന സമയത്ത് വേറൊരു കമ്പനിയുടെ തേയില ആ ഒരു ബോട്ടിലാണ് വാങ്ങിയത്. അത് നമ്മുടെ ഇത് പാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആ ബോട്ടിലേക്ക് ആ തേയില തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തേയില 1 kg ഒരു പാക്കറ്റാണ് വാങ്ങിയത്. 1 kg അതിലേക്ക് ഒരു മാറ്റിയ സമയത്ത് ഈ ബോട്ടിലിന്റെ ആദ്യം വാങ്ങിയ തേയില ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ തേയില ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കുറവ്, ഒരു 3/4 ഭാഗത്തോളമേ ഉള്ളൂ.
അപ്പോൾ അവർക്ക് ഇതെന്താ നമ്മൾ അയച്ചത് ഇനി ക്വാണ്ടിറ്റി കുറഞ്ഞു പോയതാണോ എന്നുള്ള സംശയത്തിൽ അത് തൂക്കി നോക്കിയപ്പോൾ കറക്റ്റ് 1 kg തന്നെയുണ്ട്. അപ്പോൾ ഇതെന്താണ് കൺഫ്യൂഷൻ വന്നിട്ട് അവൾ എന്നെ വിളിച്ചു, ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇതിന്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള തേയിലയാണോ അതിനനുസരിച്ച് തേയിലയുടെ വെയിറ്റ് കൂടും. അതുപോലെ കളറും കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും തേയിലയ്ക്ക് വരിക. ലോ ക്വാളിറ്റി തേയിലയാണെങ്കിൽ ഒരു റെഡിഷ് ചേർന്ന് അല്ലെങ്കിൽ ഒരു ചാര കളറിലേക്ക് അത് മാറാനായിട്ട് ഒക്കെ സാധ്യതയുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് തേയിലയെ നിരീക്ഷിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും തേയില യൂസ് ചെയ്യുന്നവരാണ്, എല്ലാ ദിവസവും ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. 2 നേരം 3 നേരം 4 നേരം വരെയൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കൂടുതലും കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ രണ്ടും നമ്മൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച് തന്നെ നമ്മളത് അല്ലെങ്കിൽ ഡെയിലി നമ്മളൊരു കെമിക്കൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ ക്യാൻസർ പോലെയുള്ള ധാരാളം രോഗാവസ്ഥകൾ നമുക്ക് വന്നേക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഈ കെമിക്കൽസിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.